പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, വിശുദ്ധ യൗസപിതാവിനോടുള്ള പ്രതിഷ്ഠയുടെ 3-ാം ദിവസത്തിലേക്ക് അവിടുത്തെ മക്കളായ ഞങ്ങളെ ചേർത്ത് പിടിച്ചിരിക്കുന്നതിനെയോർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. വിശുദ്ധ യൗസപിതാവിൻ്റെയും പരിശുദ്ധ അമ്മയുടെയും ആത്മീയ പിതൃത്വവും മാതൃത്വവും ഞങ്ങൾക്ക് നൽകിക്കൊണ്ട് ഈ ഭൂമിയിലുള്ള ഞങ്ങളുടെ ജീവിതവാസത്തെ അനുഗ്രഹിക്കുവാനും കൃപയിൽ നിറയ്ക്കുവാനും സംരക്ഷിക്കുവാനും വളർത്തുവാനും തിരുമനസ്സായിരിക്കുന്ന അവിടുത്തെ വലിയ കരുണയെയോർത്ത് അങ്ങയുടെ മക്കൾ ഒന്ന് ചേർന്ന് അങ്ങേക്ക് നന്ദി പറയുന്നു. പരിശുദ്ധ അമ്മേ മാതാവേ, വിശുദ്ധ യൗസപിതാവേ, നിങ്ങളുടെ കരങ്ങളിലേക്ക് ഞങ്ങളെ ഭരമേൽപ്പിക്കുന്നു. ഞങ്ങളുടെ ജീവിതങ്ങളെ, ഞങ്ങളുടെ കുടുംബങ്ങളെ, ഞങ്ങളുടെ മക്കളെ, ഞങ്ങളുടെ അവസ്ഥകളെ എല്ലാം ഏറ്റെടുത്ത് കൃപ കൊണ്ട് നിറച്ച് അനുഗ്രഹിക്കണമേ. ഞങ്ങളെ വളർത്തണമേ, ഞങ്ങളെ സംരക്ഷിക്കണമേ. സകല വിശുദ്ധരെ, മാലാഖമാരെ, സ്വർഗനിവാസികളെ സ്വർഗീയ ചൈതന്യത്താലും കൃപയാലും പ്രകാശത്താലും നിറച്ച് ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, ദൈവകൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. ഈശോ മിശിഹായുടെ സകല വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരന്റെ പരിശുദ്ധ ദൈവമാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വിശുദ്ധ യൗസപിതാവിനോടുള്ള പ്രാർത്ഥന. പരിശുദ്ധ കന്യകാമറിയത്തിന്റെ ഏറ്റവും പരിശുദ്ധ ഭർത്താവായ യൗസപിതാവേ, അങ്ങേ സഹായം തേടി അങ്ങേ മാധ്യസ്ഥം അപേക്ഷിച്ചവരിൽ ഒരുവൻ പോലും ഉപേക്ഷിക്കപ്പെട്ടതായി ലോകത്തിൽ കേട്ടിട്ടില്ല എന്ന് നീ ഓർക്കണമേ. അങ്ങയുടെ ശക്തിയിൽ പൂർണ്ണമായി ശരണപ്പെട്ടുകൊണ്ട് ഞാൻ അങ്ങയെ സന്നിധിയിൽ ഓടിയണഞ്ഞ് അങ്ങയെ സംരക്ഷണം യാചിക്കുന്നു. ഓ രക്ഷകന്റെ വളർത്തു പിതാവേ, എൻ്റെ എളിയ അപേക്ഷ ഉപേക്ഷിക്കാതെ അങ്ങയുടെ മധ്യസ്ഥ ശക്തിയിൽ ദയാപൂർവം കേട്ട് ഉത്തരമരുളണമേ. ആമേൻ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മെല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, വലിയ സന്തോഷത്തോടെയാണ് നമ്മൾ വിശുദ്ധ യൗസപിതാവിനോടൊപ്പവും പരിശുദ്ധ അമ്മയോടൊപ്പവും ഈ ദിവസങ്ങളിൽ ആയിരിക്കുക. പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം നമ്മോട് കൂടെ അതിശക്തമായിട്ടുണ്ട്. കാരണം പരിശുദ്ധ അമ്മയുടെ ഏറ്റവും നിർമ്മലനായ ഭർത്താവായ യൗസപിതാവിന് നാം പ്രതിഷ്ഠിക്കുമ്പോൾ അമ്മ അതീവ സന്തുഷ്ടയാണ്. അമ്മയുടെ സാന്നിധ്യം നമ്മോട് കൂടെ അതിശക്തമാണ്. അതുകൊണ്ട് തന്നെ റോസറി വാരിയേഴ്സിലെ എല്ലാ മക്കളും ജപമാല ചൊല്ലി യൗസപിതാവിൻ്റെ പ്രതിഷ്ഠയ്ക്ക് വേണ്ടി എല്ലാ മക്കളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കണം കേട്ടോ. വലിയ അഭിഷേകം ഈ ദിവസങ്ങളിൽ കർത്താവ് നമുക്ക് നൽകുകയാണ്. ഇന്ന് ഈ 3-ാമത്തെ ദിവസം പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മൾ യൗസപിതാവിൻ്റെ വളർച്ചയെക്കുറിച്ച് നമ്മൾ ധ്യാനിക്കുകയാണ്. നമുക്കറിയാം, യാക്കോബിനും റാഹേലിനും ദൈവം നൽകിയ വലിയ അനുഗ്രഹമാണ് ജോസഫ്. അതോടൊപ്പം തന്നെ നമുക്കറിയാം, ഒത്തിരി പ്രാർത്ഥനയുടെയും ഒത്തിരി കാത്തിരിപ്പിൻ്റെയും ദൈവത്തിൻ്റെ അനുഗ്രഹമാണ് ഈ കുഞ്ഞ്. ആ കുഞ്ഞിനെ അതുപോലെ അവർ സ്വീകരിച്ചു, അതുപോലെ സ്നേഹിച്ചു. ഒത്തിരിയേറെ ദർശനങ്ങളും ദൈവിക സന്ദേശങ്ങളും ദൈവിക പ്രവചനങ്ങളും ഈ കുഞ്ഞിനെ കുറിച്ച് പറയപ്പെട്ടത് കൊണ്ട് തന്നെ അതുപോലെ ശ്രദ്ധയോടെ, സൂക്ഷ്മതയോടെ, വിശുദ്ധിയോടെ, പരിശുദ്ധിയിലും സുഹൃതങ്ങളിലും ഈ കുഞ്ഞിനെ ഇവർ വളർത്തി കാത്തുപരിപാലിച്ചു. പ്രിയപ്പെട്ടവരെ, ഒരു കുഞ്ഞിനെ ഒരു കുടുംബത്തിൽ വളർത്തേണ്ടത് എങ്ങനെയാണെന്ന് ഈ യാക്കോബിൻ്റെയും റാഹേലിൻ്റെയും ജീവിതത്തിലൂടെ നമുക്കിവിടെ മനസ്സിലാക്കാൻ സാധിക്കുകയാണ്. അതുപോലെ ഈ കുഞ്ഞിനു വേണ്ടി പ്രാർത്ഥിച്ച് ഈ കുഞ്ഞിനെ ചേർത്ത് പിടിച്ച്, ദൈവമേ നിന്റെ ദാനമാണെന്നുള്ള തിരിച്ചറിവോടെ നിന്റെ ഇഷ്ടം പോലെ ഈ കുഞ്ഞിൽ അങ്ങ് പ്രവർത്തിപ്പിക്കണമേ എന്ന് പറഞ്ഞുകൊണ്ട് ഈ കുഞ്ഞിനെ സമർപ്പിച്ച്, കുഞ്ഞ് ജോസഫിനെ സമർപ്പിച്ച് ഈ അപ്പനും അമ്മയും നിരന്തരം പ്രാർത്ഥിച്ച് കുഞ്ഞിന് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുത്ത് അതുപോലെ ആ കുഞ്ഞിനെ വളർത്തുകയാണ്. ദൈവത്തിൻ്റെ ശക്തമായ ഇടപെടൽ കുഞ്ഞ് ജോസഫിൻ്റെ ജീവിതത്തിൽ ഉടനീളം നമുക്ക് ദർശിക്കുവാൻ സാധിക്കും. നേരത്തെ തന്നെ കുഞ്ഞു ജോസഫ്
സംസാരിക്കാനും നടക്കാനും തുടങ്ങിയെന്നാ പറയാം. നേരത്തെ തന്നെ സംസാരിക്കാൻ തുടങ്ങി, നടക്കാൻ തുടങ്ങി. കുഞ്ഞ് ജോസഫ് ആദ്യമായിട്ട് പറഞ്ഞ വാക്ക് എൻ്റെ ദൈവമേ എന്നായിരുന്നു. എൻ്റെ ദൈവമേ. മാലാഖ, അതായത് ഈ കുഞ്ഞു ജോസഫിൻ്റെ കൂടെ 2 മാലാഖമാർ നിരന്തരം ഉണ്ടായിരുന്നു. നമ്മൾ ഇന്നലെ കണ്ടു. കാവൽ മാലാഖയ്ക്ക് പുറമെ മറ്റൊരു പ്രത്യേക മാലാഖയെ ഈ കുഞ്ഞ് ജോസഫിന് ദൈവം നൽകിയിരുന്നു. അപ്പോൾ ഈ കുഞ്ഞു ജോസഫ് ആദ്യമായിട്ട് ഈ പ്രാർത്ഥന പഠിച്ചത്, പറഞ്ഞത് എൻ്റെ ദൈവമേ എന്നുള്ള പ്രാർത്ഥനയായിരുന്നു. അതോടൊപ്പം തന്നെ ഈ കുഞ്ഞ് ആദ്യത്തെ സ്റ്റെപ്പ്, ആദ്യത്തെ ചുവട് വച്ചപ്പോൾ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടാണ് തുടങ്ങിയെന്നാ പറയാ. ജീവിതയാത്രയിൽ ഒരിക്കലും ഒരിടത്തും ഒരു സ്റ്റെപ്പ് പോലും ദൈവഹിതത്തിന് എതിരായിട്ട് വയ്ക്കാതിരിക്കാനുള്ള കൃപ തരണമേ എന്നുള്ള പ്രാർത്ഥനയോടെയായിരുന്നു ഈ കുഞ്ഞ് ജോസഫ് ആദ്യത്തെ സ്റ്റെപ്പ് വച്ചത്. പ്രിയപ്പെട്ടവരെ, ഈ ഒരു പ്രാർത്ഥന നമ്മുടെ കുഞ്ഞ് ഒരു സ്റ്റെപ്പ് എടുത്തു വയ്ക്കുമ്പോൾ, ആദ്യം ചുവട് വയ്ക്കുമ്പോൾ, ആ പ്രാർത്ഥന മാതാപിതാക്കളുടെയും ആ കുഞ്ഞിൻ്റെയും ഉള്ളിലെന്ന പോലെ നിറഞ്ഞു നിൽക്കണം. ജീവിതത്തിൽ ഒരിക്കൽ പോലും ഒരു സ്റ്റെപ്പ് പോലും ദൈവഹിതത്തിന് വിരുദ്ധമായ ഒരു സ്റ്റെപ്പ് പോലും വയ്ക്കാൻ ഇടയാകല്ലേ എന്നുള്ള പ്രാർത്ഥനയോടെ കുഞ്ഞ് ജോസഫ് അവൻ്റെ ഈ ലോകത്തിലെ ചുവടുവയ്പ് ആരംഭിച്ചു. യാക്കോബും റാഹേലും അബ്രഹാമിൻ്റെ ദൈവമേ, ഇസഹാക്കിൻ്റെ ദൈവമേ, യാക്കോബിൻ്റെ ദൈവമേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഈ കുഞ്ഞു ജോസഫ് പറയും യോസഫിൻ്റെ ദൈവമേ എന്ന്. കുഞ്ഞു ഭാഷയിൽ പറയും ജോസഫിൻ്റെ ദൈവമേ. അതുപോലെ ദൈവത്തോട് ആഴമായ ബന്ധം കുഞ്ഞുനാളിലെ വച്ച് പുലർത്തിയ ആ ബന്ധം സ്ഥാപിച്ച, അതുപോലെ ആ ബന്ധത്തിൽ കുഞ്ഞിനെ ഉറപ്പിച്ച അപ്പനും അമ്മയും ആ ബന്ധം സ്വന്തമാക്കിയ കുഞ്ഞു ജോസഫും, ആ ജോസഫ് പറയും ജോസഫിൻ്റെ ദൈവമേ. കുഞ്ഞുനാളിലെ അത്രമാത്രം ആഴമായ ബന്ധം ഈ ജോസഫിന് ദൈവവുമായിട്ട് ഉണ്ടായി. ആ ബന്ധം ദൈവം അതുപോലെ ഉറപ്പിച്ചു. പഴയ നിയമത്തിലെ ജോസഫുമായിട്ട് പുതിയ നിയമത്തിലെ ജോസഫിന് വലിയൊരു ബന്ധം പോലെ തോന്നത്തക്ക വിധം നമുക്കറിയാം. പഴയ നിയമത്തിൽ യാക്കോബിന് ജോസഫിനോട് പ്രത്യേകമായ ഒരു സ്നേഹം ഉണ്ടായിരുന്നു. മറ്റ് മക്കളെക്കാൾ ഉപരി ഈ ജോസഫിനോട് ഒരു പ്രത്യേക സ്നേഹം. അതുകൊണ്ട് തന്നെ ഈ പഴയ നിയമത്തിലെ ജോസഫിന് യാക്കോബ് വിശിഷ്ടമായ വസ്ത്രങ്ങളൊക്കെ തയ്ച്ചു കൊടുക്കുമായിരുന്നു. അപ്പനും കൊടുത്ത വിശിഷ്ട വസ്ത്രം നമുക്കറിയാം. ഇതുപോലെ തന്നെ പുതിയ നിയമത്തിലെ ജോസഫിനെ ഈ ഭൂമിയിലുള്ള എല്ലാ പുരുഷന്മാരെക്കാളും എല്ലാ ആൺമക്കളെക്കാളും ഉപരിയായിട്ട് പിതാവായ ദൈവത്തിന് ഒരു പ്രത്യേകമായ സ്നേഹമുണ്ടായിരുന്നു. കാരണം തൻ്റെ രക്ഷാകര പദ്ധതി പൂർത്തിയാക്കുവാൻ വേണ്ടി ദൈവം തിരുമനസ്സായപ്പോൾ ഒരു കുടുംബത്തിൽ ഈശോ ജനിക്കേണ്ടത് കൊണ്ട് ആ കുടുംബത്തിൻ്റെ നാഥനായിട്ട്, ഈശോയുടെ അപ്പനായിട്ട് ഈ ഭൂമിയിൽ അവതരിച്ച, അല്ലെങ്കിൽ ഈ ഭൂമിയിൽ പിറന്ന ഈ കുഞ്ഞിനെ പിതാവായ ദൈവം ഒത്തിരിയേറെ സ്നേഹിച്ചു. മറ്റെല്ലാ പുരുഷന്മാരെക്കാളും സ്നേഹിച്ചു. മാത്രമല്ല വിശിഷ്ട വസ്ത്രം, എന്തിൻ്റെ? കൃപയുടെ വസ്ത്രം, കൃപയുടെ വിശുദ്ധ വസ്ത്രം ധരിപ്പിച്ചുകൊണ്ട് ഈ കുഞ്ഞിനെ കുഞ്ഞുനാളിലെ മുതൽ പിതാവായ ദൈവം നിറച്ച് ആ വസ്ത്രത്താൽ അലങ്കരിച്ച് കൃപയുടെ ഒരു മകനാക്കി വളർത്തി. അതുപോലെ തന്നെ നമ്മൾ ഈ കുഞ്ഞു ജോസഫിൽ കാണുന്ന ഒരു വലിയ പ്രവൃത്തിയാണ്, ഓരോ പ്രവൃത്തിയും ചെയ്യുന്നതിന് മുമ്പ് ഈ ജോസഫ് ഇരുന്ന് പ്രാർത്ഥിക്കും. എന്തിനെന്നറിയോ? കർത്താവേ, ഈ പ്രവൃത്തി പൂർത്തിയാക്കാൻ വേണ്ട ദൈവകൃപ എനിക്ക് തരണമേ എന്ന് പറഞ്ഞ് എല്ലാ പ്രവൃത്തിക്കും മുമ്പ് ഈ ദൈവബന്ധത്തിൽ കുഞ്ഞു ജോസഫ് പ്രാർത്ഥിക്കുമായിരുന്നു. ഇതൊരു വലിയൊരു കാര്യമാണ്. ഒരു കുഞ്ഞ് പഠിക്കുന്നു, ഒരു കാര്യം ചെയ്യുന്നു, നമ്മളൊരു പ്രവൃത്തി പ്രവർത്തിക്കുന്നു. ആ പ്രവൃത്തി പൂർത്തിയാക്കണമെങ്കിൽ സ്വന്തം കഴിവ് കൊണ്ട് സാധ്യമല്ലെന്നുള്ള തിരിച്ചറിവ് ഉണ്ടാകുമ്പോൾ ആ പ്രവൃത്തി ആരംഭിക്കുമ്പോൾ തന്നെ അതിനുവേണ്ട ദൈവകൃപ, അഭിഷേകം, ശക്തിക്ക് വേണ്ടി ഈ കുഞ്ഞു ജോസഫ് ചെറുപ്പത്തിലേ മുതൽ പ്രാർത്ഥിക്കുമായിരുന്നു. അതുകൊണ്ട് തന്നെ ഓരോ സ്റ്റെപ്പ് വയ്ക്കുമ്പോഴും ഓരോ പ്രവൃത്തി ചെയ്യുമ്പോഴും അതിനുവേണ്ട ദൈവകൃപ, ദൈവത്തിൻ്റെ ശക്തി ചോദിച്ച് വാങ്ങിച്ചിട്ടാണ് ഈ കുഞ്ഞു ജോസഫ് ഓരോ പ്രവൃത്തിയും ചെയ്തത്. ഇത് നമ്മളും നമ്മുടെ മക്കളും അനുകരിക്കേണ്ട വലിയൊരു കാര്യമാണ്. മാത്രമല്ല എല്ലാ പ്രവൃത്തിയും ദൈവസ്നേഹത്തെ പ്രതി ചെയ്യുവാനായിട്ട് ഈ കുഞ്ഞു ജോസഫ് എപ്പോഴും വലിയ ശ്രദ്ധ പുലർത്തിയിരുന്നു. വലിയ ശ്രദ്ധ ദൈവസ്നേഹത്തെ പ്രതി ചെയ്യണം.
എൻ്റെ സ്വാർത്ഥതയ്ക്ക് വേണ്ടിയോ എൻ്റെ ഇഷ്ടത്തിന് വേണ്ടിയോ എൻ്റെ പേരിന് വേണ്ടിയോ അല്ല, ദൈവത്തിൻ്റെ സ്നേഹത്തെ പ്രതി ചെയ്യാനുള്ള വലിയ ഒരു പ്രവണത, ഒരു ശ്രദ്ധ അതിനുവേണ്ടി ഈ കുഞ്ഞു ജോസഫ് എപ്പോഴും ചെയ്തിരുന്നു. എല്ലാ ദൈവിക പുണ്യങ്ങൾ കൊണ്ടും ദൈവത്തിൻ്റെ കൃപ കൊണ്ടും എല്ലാ വിശിഷ്ടമായ ദാനങ്ങൾ കൊണ്ടും നിറച്ചു നൽകി ഈ കുഞ്ഞിനെ കുഞ്ഞുനാൾ മുതൽ ഈ കുഞ്ഞു ജോസഫിനെ ദൈവം അഭിഷേകം ചെയ്തു. അഭിഷേകത്തിൻ്റെ ശക്തി കൊണ്ട് നിറച്ചു. അങ്ങനെ ഈ കുഞ്ഞിനെ ദൈവം നയിക്കുകയാണ്. ഈ കുഞ്ഞു ജോസഫിന് കുറച്ച് പ്രത്യേകതകളുണ്ട് ഇവിടെ. ഈ കുഞ്ഞ് ജോസഫിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ്, മറ്റാരും കാണാത്ത സ്ഥലത്ത് പോയിരുന്ന് അവൻ പ്രാർത്ഥിക്കും. ദീർഘമായ സമയം ഏകാന്തതയിൽ ഇരുന്ന് പ്രാർത്ഥിക്കാനുള്ള വലിയ ഒരു മനസ്സ് ഈ കുഞ്ഞു ജോസഫിനുണ്ടായിരുന്നു. എന്ന് പറഞ്ഞാൽ ദൈവവുമായിട്ട് ആഴമായ ബന്ധം കുഞ്ഞുനാളിലെ ഈ കുഞ്ഞിനുണ്ട്. മാത്രമല്ല മുട്ടുകുത്തി നിന്ന് കൈകൂപ്പി പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞ ഈ കുഞ്ഞു ജോസഫിന് എത്ര മണിക്കൂർ നിന്ന് മുട്ടുകുത്തിയാലും പ്രാർത്ഥിച്ചാലും മതി വരത്തില്ല. ഇടയ്ക്കൊക്കെ റാഹേൽ ചെന്ന് നോക്കുമ്പോൾ യാക്കോബ് കാണാറുണ്ട് ഇവൻ നിന്ന് മുട്ടുകുത്തി നിന്ന് കണ്ണടച്ച് ഏകാന്തതയിൽ പ്രാർത്ഥിക്കുന്നത്. ആ സമയത്തൊന്നും ഈ അപ്പനും അമ്മയും അവനെ തടസ്സപ്പെടുത്താറില്ല. അങ്ങനെ ദൈവബന്ധത്തിൽ ദൈവത്തോട് ചേർന്ന് നിന്ന് എത്ര മണിക്കൂർ പ്രാർത്ഥിച്ചാലും എത്ര നേരം മുട്ടുകുത്തി നിന്നാലും മടുപ്പില്ലാതെ ദൈവബന്ധത്തിൽ വളർന്ന ഒരു വിശിഷ്ട അത്ഭുത മകനായിരുന്നു, അത്ഭുത ശിശുവായിരുന്നു യൗസേപ്പ്, നമ്മുടെ യൗസേപ്പ് പിതാവ്. മാത്രമല്ല യൗസേപ്പ് പിതാവിന് വലിയ സ്വഭാവമുണ്ട്. ഇടയ്ക്ക് നിന്ന് കരയും, ഭയങ്കരമായിട്ട് കരയും. ഈ പ്രാർത്ഥനയ്ക്കിടയിൽ ഒത്തിരിയേറെ വാവിട്ട് കരയും. അപ്പോൾ റാഹേൽ അല്ലെങ്കിൽ യാക്കോബ് കാണുമ്പോൾ ചോദിക്കും, എന്തു പറ്റി മോനെ? അപ്പോൾ ജോസഫ് പറയും, മനുഷ്യ മക്കളുടെ പാപം, അവരുടെ അകൃത്യം, അവരുടെ തിന്മ, ദൈവത്തെ മറന്നുള്ള ജീവിതം, ഇത് കണ്ടിട്ട് ഇത് കേട്ടിട്ട് ഇത് അറിഞ്ഞിട്ട് അതിനുവേണ്ടി ഈ ജോസഫ് കുഞ്ഞു പയ്യൻ കരയും. മാത്രമല്ല അതിനുവേണ്ടി ജോസഫ് പ്രായശ്ചിത്തം ചെയ്യും, ഉപവസിക്കും, ഒത്തിരിയേറെ ത്യാഗങ്ങൾ ചെയ്യും, കൈവിരിച്ചു നിന്ന് പ്രാർത്ഥിക്കും, മുട്ടുമേൽ നിന്ന് പ്രാർത്ഥിക്കും. എന്തിനാ? മറ്റുള്ളവരുടെ പാപങ്ങൾക്ക് വേണ്ടി പ്രായശ്ചിത്തം ചെയ്ത് പ്രാർത്ഥിക്കുന്ന ഒരു സ്വഭാവം ഈ കുഞ്ഞു ജോസഫിൽ ദൈവമായ കർത്താവ് നേരത്തെ തന്നെ നിറച്ചു കൊടുത്തിരുന്നു. അതുകൊണ്ട് തന്നെ ഇങ്ങനെ പറയുന്നുണ്ട്, അതായത് രക്ഷകന്റെ അമ്മയ്ക്ക് ജന്മം കൊടുക്കുവാനും രക്ഷാകര പ്രവൃത്തി എത്രയും പെട്ടെന്ന് നിറവേറ്റുവാനും ദൈവം ഈ ജോസഫിൻ്റെ ഈ പ്രാർത്ഥനയിലൂടെയും ഈ കണ്ണീരിലൂടെയും ഉയർത്തപ്പെട്ട നിലവിളിയുടെ വലിയ പ്രത്യുത്തരം പോലെ രക്ഷകനെ പ്രദാനം ചെയ്യുവാൻ, അല്ലെങ്കിൽ രക്ഷകന്റെ ആഗമനത്തെ ത്വരിതപ്പെടുത്തുവാൻ ദൈവം ജോസഫിലൂടെ ഇടയാക്കി എന്നുകൂടി ആത്മീയ പിതാക്കന്മാർ പറയുന്നുണ്ട്. അതുപോലെ മറ്റുള്ളവർക്ക് വേണ്ടി, മറ്റുള്ളവരുടെ നാശത്തെ പ്രതി വേദനിച്ച് കരയുന്ന, പശ്ചാത്തപിച്ച് കരയുന്ന, പ്രായശ്ചിത്തം ചെയ്ത് പ്രാർത്ഥിക്കുന്ന ഒരു മകനായിരുന്നു ഈ ജോസഫ്. ഇങ്ങനെയൊക്കെ പ്രാർത്ഥിക്കുന്ന സമയത്ത് ഈ ജോസഫിൻ്റെ മുഖം മാലാഖയെ പോലെ പ്രകാശിക്കുമെന്ന് പറയാം. മാത്രമല്ല അവൻ്റെ കണ്ണുകൾ നക്ഷത്രങ്ങൾ പോലെ തിളങ്ങി വെണ്മയുള്ളതായിട്ട് പ്രകാശിക്കും. നക്ഷത്രങ്ങൾ പോലെ ഇങ്ങനെ തിളങ്ങി നിൽക്കുന്നു അവൻ്റെ കണ്ണുകൾ. അവൻ്റെ മുഖത്തുള്ള ദൈവിക ചൈതന്യം, ദൈവത്തോട് ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ, മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ, മറ്റുള്ളവർക്ക് വേണ്ടി കരഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ അവൻ്റെ മുഖത്ത് വരുന്ന ദൈവികമായ ആ ഒരു പ്രകാശം, ദൈവികമായ ചൈതന്യം പലവട്ടം ഈ യാക്കോബും റാഹേലും കണ്ട് ആ മകനു വേണ്ടി, ഈ മകനെ ദൈവം തന്നതിനെ ഓർത്ത്, ഈ മകൻ്റെ ദൈവബന്ധത്തെ ഓർത്ത്, ഈ മകൻ്റെ സൽകൃത്യങ്ങളെ കണ്ട്, ഈ മകനിലുള്ള ദൈവിക സുഹൃതങ്ങളെ കണ്ട്, പുണ്യങ്ങളെ കണ്ട് ഈ അപ്പനും അമ്മയും കണ്ണീരോടെ ഈ മകനെ ഓർത്ത് നന്ദി പറയും. അവൻ്റെ കൂടെ ഇരുന്ന് ഈ മാതാപിതാക്കളും പ്രാർത്ഥിക്കുമായിരുന്നു. ഇടയ്ക്കൊക്കെ ഈ കുഞ്ഞു ജോസഫിനെ എടുത്തുകൊണ്ട് അപ്പനും അമ്മയും മുറ്റത്തുകൂടെ രാത്രി ഇറങ്ങി നടക്കുമ്പോൾ കൈകൾ കൂപ്പി മുകളിലേക്ക് നോക്കുന്നു, ആകാശത്തിലേക്ക് നോക്കും. എന്നിട്ട് കണ്ണടച്ച് അവൻ വലിയൊരു ദർശനത്തിൽ എന്ന പോലെ സ്വർഗം കണ്ട് പ്രാർത്ഥിക്കുന്ന, എൻ്റെ ദൈവമേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു വലിയ സ്വഭാവം ഈ കുഞ്ഞ് ജോസഫിനുണ്ടായിരുന്നു. ജോസഫിൻ്റെ ദൈവമേ എന്ന് വിളിച്ചും എൻ്റെ ദൈവമേ എന്നും വിളിച്ചും ഈ കുഞ്ഞ് സ്വർഗത്തിലേക്ക് നോക്കി ദീർഘസമയം പ്രാർത്ഥിക്കുകയായിരുന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ട മക്കളെ, കുഞ്ഞ് ജോസഫിൻ്റെ ജീവിതത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ ജോസഫ് ഒരു സംഭവമായിരുന്നു, ഒരു അത്ഭുത ബാലൻ. ദൈവം പ്രത്യേകം തിരഞ്ഞെടുത്ത് അഭിഷേകം ചെയ്ത്
കൃപകൾ കൊണ്ട് നിറച്ച്, നന്മകൾ കൊണ്ട് നിറച്ച്, ആ നന്മയിൽ വളരാൻ ദൈവം അനുവദിച്ച ഒരു കുഞ്ഞ്, മാലാഖമാരുടെ ഇതൊക്കെ അങ്ങനെ ഉണ്ടായ ആ കുടുംബത്തിൽ ദൈവം തിരഞ്ഞെടുത്തു. ആ കുടുംബം അതിനുവേണ്ടി സമർപ്പിച്ചു. മാതാപിതാക്കൾ അത് തിരിച്ചറിഞ്ഞു, അതിനുവേണ്ടി എളിമപ്പെട്ടു, ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ചു. ദൈവകരങ്ങളിൽ നിന്ന് കുഞ്ഞിനെ സ്വീകരിച്ചു, ദൈവത്തിന്റെ അവകാശമായി കുഞ്ഞിനെ സമർപ്പിച്ചു. ആ കുഞ്ഞിനും ആ തിരിച്ചറിവ് ലഭിച്ചു. ആ കുഞ്ഞും അതിൽ വളർന്നു, ദൈവബന്ധത്തിൽ, ദൈവകൃപയിൽ, ദൈവിക ചൈതന്യം വളർന്നു. അതുകൊണ്ട് തന്നെ ഒരു സംഭവം നമ്മൾ വായിക്കുന്നുണ്ട്. പിശാചിന് ഈ ജോസഫിനോട് ചെറുപ്പത്തിലേ തന്നെ ഭയങ്കരമായ ശത്രുത ഉളവായി. കാരണം ഈ കുഞ്ഞ് കൃപയിൽ വളരുകയാ, ഈ കുഞ്ഞ് ദൈവബന്ധത്തിൽ വളരുകയാ, ഈ കുഞ്ഞ് വലിയ ചൈതന്യത്തിൽ വളരുകയാണ്. അതിനാൽ തന്നെ ഈ കൃപയിൽ ഈ കുഞ്ഞ് വളർന്നാൽ ഈ കുഞ്ഞിലൂടെ അനേക മക്കൾ കൃപ കൊണ്ട് നിറയപ്പെടും. അനേക മക്കൾക്ക് വേണ്ടി ഈ കുഞ്ഞ് പ്രാർത്ഥിക്കുന്നു, പാപികൾക്ക് വേണ്ടി പ്രായശ്ചിത്തം ചെയ്യുന്നു, പാപികളുടെ മനസാന്തരത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ദൈവത്തിന്റെ ഇടപെടലിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. രക്ഷകൻ അതിലൂടെ കടന്നു വരും. അതുകൊണ്ട് സാത്താൻ പലവട്ടം ജോസഫിനെ കൊല്ലാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. പല പല രോഗങ്ങൾ, പല പല അപകടകരമായ മരണകരമായ ചില പ്രവൃത്തികൾ. പക്ഷെ പ്രിയപ്പെട്ടവരെ, അവിടെയൊക്കെ ദൈവം കുഞ്ഞു ജോസഫിനെ കാത്തുപരിപാലിച്ചു. ദൈവത്തിന്റെ ശക്തമായ ഇടപെടൽ അവിടെ ഉണ്ടായി. മാലാഖ അതിനെല്ലാം തടസ്സപ്പെടുത്തിക്കൊണ്ട് ജോസഫിനെ പൊന്നുപോലെ കാത്തു സൂക്ഷിച്ചു. ഇവിടെ ദൈവത്തിന്റെ ഒരു വലിയ പ്രവൃത്തി നമുക്കിവിടെ അനുഭവിക്കാൻ സാധിക്കുക, നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. ദൈവം ഒന്നിനു വേണ്ടി ഒരു കുഞ്ഞിന് ജന്മം കൊടുത്താൽ ആ കുഞ്ഞ് അതിനനുസരിച്ച്, ആ കുഞ്ഞിൻ്റെ മാതാപിതാക്കള് അതിനനുസരിച്ച് ദൈവത്തോട് ചേർന്ന് നിന്ന് ആ കുഞ്ഞിനെ സ്വീകരിച്ച് വളർത്തി ആ ദൈവിക സംരക്ഷണത്തിൽ ഈ കുഞ്ഞ് ജോസഫിനെ പോലെ, ജോസഫിന്റെ ദൈവമേ, എൻ്റെ ദൈവമേ, ഓരോന്നിനും വേണ്ടി പ്രാർത്ഥിച്ച്, ദൈവകൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ച്, ദൈവസ്നേഹത്തെ പ്രതി ചെയ്ത് അങ്ങനെ പോകുമ്പോൾ ദൈവം വിശിഷ്ടമായ കൃപാവരങ്ങൾ കൊണ്ട്, പഴയ നിയമത്തിലെ ജോസഫിനെ വിശിഷ്ട വസ്ത്രങ്ങൾ കൊണ്ട് അപ്പൻ അണിയിച്ചതുപോലെ നമ്മെ ഓരോരുത്തരെയും പുതിയ നിയമത്തിലെ ജോസഫിനെ കൃപാവരത്തിന്റെ വിശുദ്ധ വസ്ത്രം കൊണ്ട് അലങ്കരിച്ച പോലെ നമ്മയും നമ്മുടെ കുഞ്ഞുമക്കളെയും ദൈവം അലങ്കരിക്കും. ജോസഫ് നിസ്സാരക്കാരനല്ല. അതിനാൽ തന്നെ സാത്താന് ജോസഫിനോട് ഭയങ്കര ശത്രുത. പ്രിയപ്പെട്ടവരെ, പിന്നീട് നമ്മൾ കാണും ജോസഫ് സാത്താന് എതിരായുള്ള വലിയ ഒരായുധമാണ്. അതുകൊണ്ടാണ് വിശുദ്ധ യോസേപ്പ് പിതാവിനെ ടെറർ ഓഫ് ഡീമൻസ്, പിശാചുക്കളുടെ പേടി സ്വപ്നമാണ് യോസേപ്പ്. കാരണം പാപത്തിന് വിട്ടുകൊടുക്കാതെ ദൈവവചനത്തിന് പ്രാധാന്യം കൊടുത്ത് ജീവിച്ച യോസേപ്പ് പിതാവ്. ഈ കുഞ്ഞു ജോസഫിന്റെ ചെറുപ്പം മുതലേ നമ്മൾ നോക്കുമ്പോൾ നിയമത്തിൽ എഴുതപ്പെട്ടിരിക്കുന്ന പരമപ്രധാനമായ 2 കൽപ്പനകൾക്ക് വലിയ പ്രാധാന്യം കൊടുത്ത ഒരു ജീവിതമായിരുന്നു ജോസഫിന്റെ ജീവിതം. നിന്റെ ദൈവമായ കർത്താവ് ഞാനാകുന്നു, ഞാനല്ലാതെ മറ്റൊരു ദൈവം നിനക്ക് ഉണ്ടാകരുത് എന്നുള്ള 1-ാം പ്രമാണത്തിന്റെയും അതോടൊപ്പം തന്നെ 2-ാമത്തെ സുപ്രധാനമായ കൽപ്പനയായ നിന്നെ പോലെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കണം എന്നുള്ള കൽപ്പനയെ അതേപടി സ്വീകരിച്ച് അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയ ഒരു മഹാവിശുദ്ധനും വിശുദ്ധിയുടെ ജീവിതവും ജീവിച്ച ഒരു മകനായിരുന്നു ഈ ജോസഫ്, നമ്മുടെ യോസേപ്പ് പിതാവ്. ഇങ്ങനെയുള്ള ഈ യോസേപ്പ് പിതാവിനെ നശിപ്പിക്കാൻ വേണ്ടി പല രീതിയിൽ സാത്താൻ ശ്രമിച്ചിട്ടുണ്ട്. കുടുംബത്തിൽ ചില സംശയങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി കുടുംബജീവിതത്തിൽ റാഹേലിൻ്റെയും യാക്കോബിൻ്റെയും ജീവിതത്തിൽ ചില സംശയങ്ങൾ ഉണ്ടാക്കത്തക്ക രീതിയിൽ പിശാച് പ്രവർത്തിച്ചു. പക്ഷേ അവിടെയൊന്നും സാത്താന് ഇടം കിട്ടിയില്ല. വീണ്ടും ബന്ധുക്കളുടെ ഇടയിൽ ഇവർക്കെതിരെ അസൂയയും ശത്രുതയും നിറച്ചുകൊണ്ട് ഒത്തിരി പ്രശ്നം സൃഷ്ടിക്കാൻ വേണ്ടി സാത്താൻ ശ്രമിക്കുന്നുണ്ട്. അവിടെയും സാത്താന് വിജയിക്കാൻ പറ്റിയില്ല. കാരണം എന്തുണ്ടായാലും കുഞ്ഞു ജോസഫ് ദൈവത്തോട് പ്രാർത്ഥിക്കും, എൻ്റെ ദൈവമേ, ജോസഫിന്റെ ദൈവമേ, ഇടപെടണമേ. ആരൊക്കെ വേദനിപ്പിച്ചോ, ബന്ധുക്കളൊക്കെ വേദനിപ്പിച്ചോ, അവർക്ക് വേണ്ടി ജോസഫ് പ്രാർത്ഥിക്കും. അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ അവിടെ ദൈവത്തിന്റെ ശക്തി പ്രകടമാകും. പിശാചിന് ഇടപെടാനോ പിശാചിന് നശിപ്പിക്കാനോ പറ്റാത്ത വിധത്തിൽ ദൈവസ്നേഹത്തിന്റെ വലിയ ചൈതന്യം കൊണ്ട് നിറയപ്പെടാനായിട്ട് ദൈവം ഇടയാക്കും. അതിനുവേണ്ടി മാലാഖമാര് പ്രത്യേകം ജോസഫിന്റെ കൂടെ നടന്ന് സഹായിച്ചിട്ടുണ്ട്. നമ്മൾ കാണുന്നുണ്ട്, എന്തെങ്കിലും പ്രശ്നം വരുമ്പോഴേക്കും, സാത്താൻ നശിപ്പിക്കാൻ വരുമ്പോഴേക്കും മാലാഖ ജോസഫിനോട് പറയും, മോനെ ജോസഫേ, ഇതാ പിശാച് ഇതുപോലെ വരുന്നുണ്ട്, പിശാച് വരുന്നുണ്ട്, നീ ശ്രദ്ധിക്കണം, സൂക്ഷിക്കണം എന്ന് പറഞ്ഞു കൊടുക്കും. മാത്രമല്ല, ഇതിനെ എങ്ങനെ അതിജീവിക്കണം, ഇതിനെ എങ്ങനെ നേരിടണം എന്നതിനെ കുറിച്ചും ഈ മാലാഖ ജോസഫിനോട് പറഞ്ഞു കൊടുക്കും.
നമ്മുടെയും കൂടെ മാലാഖയുണ്ട്, നമ്മുടെ കുഞ്ഞുമക്കളുടെയും കൂടെ മാലാഖയുണ്ട്. എന്നാൽ ഈ മാലാഖ ബന്ധം, ഈ ദൈവബന്ധം എന്തുമാത്രം നമ്മളും നമ്മുടെ മക്കളും നമ്മുടെ കുഞ്ഞുങ്ങൾക്കും പറഞ്ഞു കൊടുക്കാൻ പറ്റിയിട്ടുണ്ട്. പ്രതിസന്ധികൾ വരും. ഈ ജീവിതങ്ങളിലൊന്നും ജോസഫിന്റെ ജീവിതത്തിലോ അല്ലെങ്കിൽ ആ കുടുംബത്തിലോ പ്രശ്നങ്ങൾ ഇല്ലാഞ്ഞിട്ടല്ല, പിന്നെ പ്രശ്നങ്ങളുണ്ട്. പക്ഷെ ദൈവബന്ധം, മാലാഖ ബന്ധം, ഇതൊക്കെ ആ കുടുംബത്തെ, ഈ കുഞ്ഞു ജോസഫിനെ ഒത്തിരിയേറെ ശക്തിപ്പെടുത്തി. ആ ഒരു പേഴ്സണൽ ബന്ധം, ഇത് പറഞ്ഞറിവല്ല, കേട്ടറിവല്ല, പിന്നെയോ എക്സ്പീരിയൻസ്ഡ്, അനുഭവിച്ച ബന്ധമാണ് ഈ കുഞ്ഞു ജോസഫിനെ സംബന്ധിച്ചും ജോസഫിന്റെ മാതാപിതാക്കളായ റാഹേലിന്റെയും യാക്കോബിന്റെയും ജീവിതത്തിലുള്ള ബന്ധം വ്യക്തിപരമായ ബന്ധമായിരുന്നു. അത് അവർ ഉപയോഗിച്ചു, അവർ അതിൽ നിലനിന്നു. അങ്ങനെ അവരുടെ ജീവിതം, കുടുംബം ധന്യമായി. പ്രതിസന്ധികളെയും പ്രതികൂലങ്ങളെയും എതിർപ്പുകളെയും സാത്താന്റെ സകലമാന പ്രവർത്തികളെയും നിരായുധമാക്കി, നിർവീര്യമാക്കി, നിഷ്പ്രഭമാക്കി ഇതാ ആ കുടുംബം കൃപയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. ഈ കുടുംബത്തിന്റെ വലിയൊരു പ്രത്യേകതയാണ് രക്ഷകന്റെ വരവിനു വേണ്ടി കാത്തിരുന്ന് പ്രാർത്ഥിക്കുന്ന കുടുംബമാണ്. അതുകൊണ്ട് യാക്കോബും റാഹേലും കുഞ്ഞു ജോസഫിനോട് പറഞ്ഞു കൊടുക്കും, ഈശോ വരും, രക്ഷകൻ വരും. അതിനുവേണ്ടി പ്രാർത്ഥിക്കാനും അതിനുവേണ്ടി കാത്തിരിക്കാനും ഈ ജോസഫിന്റെ കുഞ്ഞു മനസ്സിൽ വലിയ ഒരു ദാഹവും അതനുസരിച്ചുള്ള പ്രാർത്ഥനയും സംജാതമാകുകയാണ്. അതുകൊണ്ട് അവൻ ദൈവത്തിന്റെ ഹിതത്തിന്, ദൈവത്തിന്റെ വചനത്തിന് അതുപോലെ സമർപ്പിക്കും. മാത്രമല്ല, വിശുദ്ധ ലിഖിതങ്ങൾ ഈ കുഞ്ഞ് വായിക്കാൻ തുടങ്ങി. പ്രവചനങ്ങൾ, പ്രവാചകന്മാരുടെ ഗ്രന്ഥങ്ങൾ, അതിൽ സങ്കീർത്തനങ്ങൾ, ഇതെല്ലാം പ്രാർത്ഥിച്ച് വായിച്ച് സങ്കീർത്തനങ്ങളോട് ചേർന്ന്, ദാവീദിനോട് ചേർന്ന് ഈ സങ്കീർത്തനങ്ങളിലൂടെ ദൈവബന്ധത്തിൽ ആഴപ്പെടുവാനും ഈ ജോസഫ് ഒത്തിരിയേറെ ശ്രമിച്ചിരുന്നു. അങ്ങനെ വിശുദ്ധ ഗ്രന്ഥങ്ങളും പ്രവചനങ്ങളും വിശുദ്ധ ലിഖിതങ്ങളും ഒക്കെ അറിഞ്ഞ് ദൈവപ്രമാണത്തിലും വചനത്തിലും ഉറപ്പിക്കപ്പെട്ട് രക്ഷകന്റെ വരവിനു വേണ്ടി, രക്ഷാകരമായ ദൈവത്തിന്റെ പ്രവൃത്തിക്ക് വേണ്ടി ഈ ജോസഫും ഈ കുടുംബവും തീഷ്ണതയോടെ, വലിയ ദാഹത്തോടെ പ്രാർത്ഥിച്ചിരുന്നു. നമ്മുടെ കുഞ്ഞു ജോസഫ് വലിയ ഊർജ്ജസ്വലനായിരുന്നു. പക്ഷേ അതിനനുസരിച്ച് വാശിയോ ദേഷ്യമോ ഒച്ചപ്പാടോ ബഹളമൊന്നുമില്ല. വളരെ ശാന്തത, ഒത്തിരിയേറെ വരങ്ങൾ ദൈവം കൊടുത്തിരുന്നു. പ്രത്യേകിച്ച് ഉപദേശവരം. കുഞ്ഞാണെങ്കിലും അപ്പനെ ഇവൻ ഉപദേശിക്കും എന്ന് പറഞ്ഞാൽ, യാക്കോബ് ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും റാഹേല് ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും ഈ കുഞ്ഞിനോട് ഉപദേശം തേടും. കാരണം ജോസഫിന് ഉപദേശ വരം കർത്താവ് കൊടുത്തു, വിവേകത്തിന്റെ വലിയ അഭിഷേകം കൊടുത്തു. അതുകൊണ്ട് തന്നെ ഈ ജോസഫ് ഓരോ കാര്യങ്ങളും പറയുമ്പോൾ അത് ദൈവത്തിന്റെ ഹിതം പോലെ, ദൈവം കൊടുക്കുന്ന വെളിപ്പെടുത്തൽ പോലെ ഉപദേശത്തിലൂടെ ആ കുടുംബത്തെ മുന്നോട്ട് നയിക്കുവാൻ ദൈവം ജോസഫിലൂടെ അനുഗ്രഹിക്കും. ഇതെല്ലാം ഉണ്ടെങ്കിലും ജോസഫിന്റെ വലിയൊരു ഗുണമാണ് എളിമ, അനുസരണം, വിധേയത്വം. പ്രിയപ്പെട്ടവരെ, ദൈവാശ്രയത്വത്തിൽ എപ്പോഴും ആയിരുന്നുകൊണ്ട് തനിക്കൊത്തിരി കഴിവുണ്ട്, തനിക്കൊത്തിരി കൃപകൾ ലഭിച്ചിട്ടുണ്ട്, ഒത്തിരി ദൈവബന്ധമുണ്ട്. ഇതെല്ലാം ഉണ്ടെങ്കിലും ജോസഫ് യഥാർത്ഥത്തിലുള്ള ദൈവാശ്രയത്വത്തിന്റെ അടിസ്ഥാനത്തിൽ എളിമയിലും വിശുദ്ധിയിലും അനുസരണത്തിലും വിധേയത്വത്തിലും ഒക്കെ ജീവിച്ചു. എന്തുകൊണ്ടാ? യൗസേപ്പിനറിയാം ഇതെല്ലാം ദൈവത്തിന്റെ ദാനമാണ്. ഈ കുഞ്ഞിനറിയാം എൻ്റെ ദൈവത്തിൻ്റെതാണ് ഞാൻ. ഈ കുഞ്ഞിനറിയാം എൻ്റെ ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളാണ് ഈ ദാനങ്ങളൊക്കെ. അതുകൊണ്ട് ഒന്നിനും ഈ കുഞ്ഞ് അഹങ്കരിച്ചില്ല. ഇന്ന് നമ്മുടെ മക്കളൊക്കെ നമ്മളൊക്കെ അറിയേണ്ട ഒരു സത്യമാണിത്. പ്രിയപ്പെട്ട മക്കളെ, എന്തെങ്കിലും കഴിവുണ്ടായാൽ, സൗന്ദര്യമുണ്ടായാൽ, ബുദ്ധി ഉണ്ടായാൽ, ഒരു കഴിവുണ്ടായാൽ അതിൻ്റെ പേരിൽ അഹങ്കരിച്ച് ദൈവത്തെ മറന്ന് അതിൻ്റെ ആർഭാടതയിൽ കോപ്രായങ്ങൾ കാട്ടി നമ്മുടെ മക്കളിൽ നിന്ന് ജീവിക്കുമ്പോൾ, ദൈവത്തെ വിട്ട് കൂദാശയം വിട്ട് ജീവിക്കുമ്പോൾ, ഇവിടെ നമ്മുടെ കുഞ്ഞു ജോസഫ് നമ്മുടെ മക്കളെയും നമ്മെയും പഠിപ്പിക്കുന്ന വലിയ ഒരു മാതൃകയുണ്ട്, പാഠമുണ്ട്. എന്താണ്? എല്ലാം ദൈവത്തിൻ്റെ ദാനമാണ് മക്കളെ. അതിനനുസരിച്ച് എളിമപ്പെടണം. മാത്രമല്ല, ദൈവം തന്നത് എപ്പോൾ വേണമെങ്കിലും എടുത്തു മാറ്റപ്പെടാം എന്നുള്ള സത്യം നമ്മൾ മറക്കരുത്. ഇന്ന് മനുഷ്യൻ മറക്കുക. ഇത് ദൈവം തന്നതാ, എപ്പോൾ വേണേലും മാറിപ്പോവാം. ഈ ഒരു തിരിച്ചറിവ് ഈ കുഞ്ഞു ജോസഫിനുണ്ടായതുകൊണ്ട് മാത്രമല്ല, അവൻ അതാണ്, ഈ കുഞ്ഞ് അതാണ്. അതുകൊണ്ട് ദൈവാശ്രയത്വത്തിലും എളിമയിലും ഒത്തിരി അനുഗ്രഹങ്ങളും കൃപകളും വരങ്ങളും ദാനങ്ങളും എല്ലാം നിറയപ്പെട്ടപ്പോഴും ഈ കുഞ്ഞു ജോസഫിന് അതിനെക്കുറിച്ച് അഹങ്കാരമില്ല, അതിൻ്റെ പേരിൽ ഒരു വാശിയില്ല. ഞാൻ പറഞ്ഞ് കേൾക്കണം എന്നുള്ള എന്ത് ഉപദേശം കൊടുക്കുമ്പോഴും
എനിക്കിങ്ങനെ തോന്നുന്നു, ദൈവം എന്നോട് ഇങ്ങനെ പറയുന്നു എന്നല്ലാതെ ഇങ്ങനെ ചെയ്യണം ഒരു വാശിയും പിടിക്കാത്ത ശാന്തശീലനായ സൗമ്യനായ കുഞ്ഞു ജോസഫ്. നാട്ടുകാർക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്, എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്, കുടുംബത്തിന് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ദൈവിക ചൈതന്യത്തില്, ദൈവസ്നേഹത്തില്, ദൈവിക പ്രകാശത്തില്, ദൈവിക ജ്ഞാനത്തില്, എല്ലാ വരങ്ങളാലും കൃപകളാലും നിറയപ്പെട്ട കുഞ്ഞ് ജോസഫാണ് നമ്മുടെ ജോസഫ്. ഈ ജോസഫ് 7-ാമത്തെ വയസ്സിൽ ഈ ലോകത്തിലെ തൻ്റെ ജീവിതം ദൈവത്തിന് വേണ്ടി മാത്രം ഉള്ളതായിരിക്കും എന്നുള്ള തീരുമാനത്തിൽ നിന്നുകൊണ്ട് തൻ്റെ ജീവിതത്തെ ദൈവത്തിന് സമർപ്പിക്കണം 7-ാമത്തെ വയസ്സിൽ. അതിനുശേഷം ആ ഒരു കാലഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോൾ ഒരിക്കൽ ഒരു രാത്രി മാലാഖ പ്രത്യക്ഷപ്പെട്ടിട്ട് ജോസഫിനോട് പറയുന്നുണ്ട്, അവൻ്റെ ആജീവനാന്ത ബ്രഹ്മചര്യം ദൈവത്തിന് വേണ്ടി, ദൈവത്തിൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം സമർപ്പിക്കപ്പെട്ട ആ ജീവിതത്തിൽ ഈ ജോസഫ് എടുത്ത ആ വ്രതത്തെ, ആ ബ്രഹ്മചര്യ വ്രതത്തെ ഉറപ്പിച്ചുകൊണ്ട് മാലാഖ പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞു, ജോസഫ്, നിന്റെ ഈ തീരുമാനത്തിൽ സ്വർഗം സന്തോഷമാണ്, സ്വർഗീയ പിതാവ് സന്തോഷിക്കുന്നു പറഞ്ഞ് അതിൻ്റെ അടയാളമായിട്ട് ജോസഫിന് ഒരു അരപ്പട്ട കെട്ടി. അരയിലൊരു പട്ട കെട്ടി, ഒരു അരപ്പട്ട കെട്ടി. എന്തിനാണ്? ജോസഫ് നിത്യ ബ്രഹ്മചാരിയാണ്. ദൈവം അത് അംഗീകരിച്ചു, സ്വർഗം അത് ഉറപ്പിച്ചു. അങ്ങനെ കുഞ്ഞായിരിക്കുമ്പോൾ തന്നെ 7-ാമത്തെ വയസ്സിലെടുത്ത തീരുമാനം ഇതാ ഉറപ്പിച്ചുകൊണ്ട് സ്വർഗം ഈ ബ്രഹ്മചാരിയായ, ദൈവത്തിനു വേണ്ടി മാത്രം സമർപ്പിക്കപ്പെട്ട, ദൈവഹിതത്തിനു വേണ്ടി മാത്രം വേർതിരിക്കപ്പെട്ട ഒരു ജീവിതമാക്കി സ്വർഗം അംഗീകരിച്ചു, സ്വർഗം സ്വീകരിച്ചു, സ്വർഗം സ്വന്തമാക്കി നമ്മുടെ കുഞ്ഞ് ജോസഫിനെ, നമ്മുടെ പ്രിയപ്പെട്ട യോസേപ്പ് പിതാവിനെ. പിന്നീട് ആ ഒരു കൃപയിൽ, ആ ഒരു സ്നേഹത്തിൽ, ആ വിശുദ്ധിയിൽ എല്ലാവരെയും സ്നേഹിച്ച് മാതാപിതാക്കൾക്ക് ആശാകേന്ദ്രമായിട്ട് ജോസഫ് വളരുകയാണ്. അങ്ങനെ വളർന്ന് ആ വളർച്ചയിൽ നമ്മൾ കാണുന്നുണ്ട് 18-ാമത്തെ വയസ്സിൽ യോസേപ്പ് പിതാവിന്, നമ്മുടെ പ്രിയപ്പെട്ട ജോസഫിന് തൻ്റെ മാതാപിതാക്കളെ 2 പേരെയും ദൈവനിശ്ചയപ്രകാരം നഷ്ടപ്പെടുകയാണ്. 18-ാമത്തെ വയസ്സിൽ അനാഥനായ പോലെ, ഒറ്റപ്പെടുത്തപ്പെട്ട പോലെ ഈ യോസേപ്പ് 18-ാമത്തെ വയസ്സിൽ മാറുകയാണ്. പ്രിയപ്പെട്ടവരെ, ഈ വയസ്സ് വരെയുള്ള, ഈ മാതാപിതാക്കളെ നഷ്ടപ്പെട്ട ഈ കാലഘട്ടം വരെയുള്ള യോസേപ്പ് പിതാവിൻ്റെ, നമ്മുടെ കുഞ്ഞു ജോസഫിൻ്റെ ജീവിതത്തെ നമ്മൾ ഇന്ന് ധ്യാന വിഷയമാക്കുക. ഈ കുഞ്ഞു ജോസഫിൽ നിറഞ്ഞ ദൈവകൃപ, ദൈവിക ചൈതന്യം, അവനെ വളർത്തിയ മാതാപിതാക്കൾ, ആ കുഞ്ഞ് വളർന്ന വളർച്ച, അവൻ്റെ ദൈവബന്ധം, അവൻ സ്വീകരിച്ച ദൈവകൃപകൾ എന്തുമാത്രം ശക്തിയുള്ളതായിരുന്നു. അതുകൊണ്ട് തന്നെ പിശാചിന് നമ്മുടെ കുഞ്ഞു ജോസഫിനെ, നമ്മുടെ യോസേപ്പ് പിതാവിനെ ഭയങ്കര പേടിയാണ്. കാരണം പിശാചിന് ഒരിക്കൽ പോലും ഇടം കിട്ടാത്ത, കയറിപ്പറ്റാൻ സാധിക്കാത്ത വിധത്തിൽ വലിയ കൃപയിൽ നിറയപ്പെട്ടവനായിരുന്നു നമ്മുടെ കുഞ്ഞ് ജോസഫ്, നമ്മുടെ യോസേപ്പ് പിതാവ്. നമുക്ക് നാളെ 18 വയസ്സിന് ശേഷമുള്ള യോസേപ്പ് പിതാവിൻ്റെ ജീവിതത്തെക്കുറിച്ച് കാണാം. ഇന്ന് കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മുടെ ഈ കുഞ്ഞ് ജോസഫിനെ ഓർത്ത് ദൈവം തിരഞ്ഞെടുത്ത, അഭിഷേകം ചെയ്ത, കൃപകൾ കൊണ്ട് നിറച്ച നമ്മുടെ പ്രിയപ്പെട്ട യോസേപ്പ് പിതാവിനെ ചേർത്ത് പിടിച്ചുകൊണ്ട് ദൈവികാരൻ്റെ സന്നിധിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ആത്മീയ പിതാവിൻ്റെ കൂടെ, ആത്മീയ പിതാവിൻ്റെ ശൈശവം, ബാല്യം, കൗമാരം, ഈ കാലഘട്ടത്തിലുള്ള വളർച്ചയെക്കുറിച്ചോർത്ത് എല്ലാ കൃപകൾക്കും വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ കുടുംബത്തിനും, നമ്മുടെ മക്കൾക്കും, നമുക്ക് ഓരോരുത്തർക്കും വേണ്ടി ദൈവികാരൻ്റെ സന്നിധിയിൽ യോസേപ്പ് പിതാവിൻ്റെ ഈ മധ്യസ്ഥത്തിൽ നമുക്കും യാചിക്കാം. ഈ കൃപകൾ കൊണ്ട് ഞങ്ങളുടെ കുടുംബത്തെയും ഞങ്ങളുടെ മക്കളെയും നിറയ്ക്കണമേ എന്ന് വലിയ പ്രാർത്ഥനയോടെ നമുക്ക് ഈ ആരാധനയിലേക്ക് പ്രവേശിക്കാം. പ്രത്യേകിച്ച് നമ്മുടെ കുഞ്ഞുമക്കളെയും യുവമക്കളെയും യോസേപ്പ് പിതാവിൻ്റെ മധ്യസ്ഥത്തിൽ ദിവ്യകാരനാഥന് സമർപ്പിച്ചുകൊണ്ട് നമുക്കിന്ന് പ്രത്യേകം പ്രാർത്ഥിക്കാൻ വെച്ച് നമ്മെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ദിവ്യകാരുണ്യീശോയെ, ഞങ്ങളങ്ങയെ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, ഞങ്ങളങ്ങേക്ക് നന്ദി പറയുന്നു. വിശുദ്ധ യോസേപ്പ് പിതാവിനെ ഞങ്ങൾക്ക് നൽകി, ലോകത്തിന് നൽകി, രക്ഷാകര പദ്ധതിയിൽ ഞങ്ങളെ രക്ഷയിലേക്ക് നയിക്കുവാൻ തിരുമനസ്സായ അവിടുത്തെ വലിയ പ്രവൃത്തിയോർത്ത് ഞങ്ങളങ്ങേക്ക് നന്ദി പറയുന്നു. കൃപ നിറഞ്ഞ, ദൈവിക ചൈതന്യം കൊണ്ട് നിറച്ച അത്ഭുത ബാലനായി, അത്ഭുത ശിശുവായി യോസേപ്പ് എന്ന കുഞ്ഞിനെ ഞങ്ങൾക്ക് നൽകിയതിനെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു.
കർത്താവെ, ഒത്തിരിയേറെ അത്ഭുതകരമായിട്ട് അങ്ങയുടെ മക്കളെ, അങ്ങയുടെ കുടുംബങ്ങളെ നയിക്കുന്ന ആ വലിയ സ്നേഹത്തെ ഓർത്ത് നന്ദി പറയുമ്പോൾ ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും ഞങ്ങളുടെ മക്കളെയും മാതാപിതാക്കളെയും എല്ലാ ദമ്പതിമാരെയും ഈ വലിയ അഭിഷേകത്തിനു വേണ്ടി യോസേപ്പിതാവിൻ്റെ മധ്യസ്ഥത്തിൽ യാക്കോബിൻ്റെയും റാഹേലിൻ്റെയും കുടുംബജീവിതത്തിൻ്റെ പ്രത്യേക ചൈതന്യത്തിൽ ഇന്ന് ദിവ്യകാന സന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, എല്ലാ മക്കളെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ, എല്ലാ മക്കളെയും ശക്തിപ്പെടുത്തണമേ. യോസേപ്പിതാവിൻ്റെ മധ്യസ്ഥത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ അനുഗ്രഹിക്കണമേ, കർത്താവെ അനുഗ്രഹിക്കണമേ, മിശിഹായെ അനുഗ്രഹിക്കണമേ, മിശിഹായെ അനുഗ്രഹിക്കണമേ, കർത്താവെ അനുഗ്രഹിക്കണമേ, കർത്താവെ അനുഗ്രഹിക്കണമേ, മിശിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ, മിശിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ, മിശിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ, മിശിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ. സ്വർഗസ്ഥനായ പിതാവായ ദൈവമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഭൂലോകരക്ഷകനായ പുത്രനായ ദൈവമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധാത്മാവായ ദൈവമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഏകദൈവമായ പരിശുദ്ധ ത്രിത്വമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ മറിയമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വിശുദ്ധ യൗസേപ്പിതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ദാവീദിന്റെ പ്രശസ്ത സന്താനമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പൂർവപിതാക്കന്മാരുടെ പ്രകാശമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ദൈവമാതാവിൻ്റെ വിശുദ്ധ ഭർത്താവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പരിശുദ്ധ കന്യകയുടെ ബ്രഹ്മചാരിയായ കാവൽക്കാരാ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ദൈവപുത്രന്റെ വളർത്തു പിതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. യേശുവിൻ്റെ തീഷ്ണമതിയായ സംരക്ഷക, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. തിരുക്കുടുംബത്തിൻ്റെ നായകനെ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഏറ്റവും നീതിമാനായ യൗസേപ്പയെ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഏറ്റവും ബ്രഹ്മചാരിയായ യൗസേപ്പിതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഏറ്റവും വിവേകിയായ യൗസേപ്പിതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഏറ്റവും ധൈര്യശാലിയായ യൗസേപ്പിതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഏറ്റവും അനുസരണമുള്ള യൗസേപ്പിതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഏറ്റവും വിശ്വസ്തനായ യൗസേപ്പിതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ക്ഷമയുടെ കണ്ണാടി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ദാരിദ്ര്യത്തിൻ്റെ സ്നേഹിതനെ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. തൊഴിലാളികളുടെ മധ്യസ്ഥനെ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. കുടുംബജീവിതത്തിൻ്റെ മഹത്വമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. കന്യാവ്രതക്കാരുടെ കാവൽക്കാരാ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. കുടുംബങ്ങളുടെ സ്തംഭമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വേദനിക്കുന്നവരുടെ സാന്ത്വനമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. രോഗികളുടെ ആശ്വാസമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. നല്ല മരണത്തിൻ്റെ മധ്യസ്ഥനെ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പിശാചുക്കളുടെ പേടി സ്വപ്നമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സാർവത്രിക സഭയുടെ സംരക്ഷകനെ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ദൈവകൃപയിൽ വളർന്നവനെ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടേ, കർത്താവേ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ. ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടേ, കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടേ, കർത്താവേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അവിടുന്ന് അവനെ തൻ്റെ കുടുംബത്തിൻ്റെ നാഥനാക്കി സകലത്തിൻ്റെ മേൽ അവകാശിയാക്കി ഉയർത്തി. നമുക്ക് പ്രാർത്ഥിക്കാം. ഓ സ്നേഹനിധിയായ ഈശോയെ, അങ്ങയുടെ പരിപാലനയിൽ വിശുദ്ധ യോസേപ്പിതാവിനെ അങ്ങയുടെ പരിശുദ്ധ അമ്മയുടെ ഭർത്താവായി തിരഞ്ഞെടുത്തുവല്ലോ. അങ്ങനെ അങ്ങയുടെ വളർത്തു പിതാവായി യോസേപ്പിതാവിനെ ഉയർത്തിയതിന് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. വിശുദ്ധ യോസേപ്പിതാവിനെ ഞങ്ങളുടെ സ്വർഗീയ മധ്യസ്ഥനായി ഞങ്ങൾക്ക് നൽകിയല്ലോ. ഈ ഭൂമിയിൽ ഞങ്ങളുടെ സംരക്ഷകനായി യോസേപ്പിതാവിനെ ഞങ്ങൾക്ക് നൽകിയ സ്നേഹത്തെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. വിശുദ്ധ യോസേപ്പിതാവിൻ്റെ ജീവിത മാതൃക പിന്തുടരുവാനും വിശ്വസ്തരമായി ജീവിക്കുവാനും വേണ്ട കൃപയും അഭിഷേകവും ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണമേ. നിത്യവും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും ആമേൻ.
ദിവ്യകാരുണ്യ എല്ലാ മക്കളെയും കുടുംബങ്ങളെയും അനുഗ്രഹിക്കണമേ. യോസേപ്പിതാവിനെ അങ്ങ് കാത്തു പരിപാലിച്ചതുപോലെ, യോസേപ്പിതാവിൻ്റെ മാതാപിതാക്കൾ കുഞ്ഞ് യൗസേപ്പിനെ വളർത്തിയതുപോലെ, കുഞ്ഞ് യൗസേപ്പ് അങ്ങയോട് ചേർന്ന് നിന്നതുപോലെ, അങ്ങയെ സ്വന്തമാക്കി അങ്ങയുമായുള്ള ആഴമായ ബന്ധത്തിൽ വളർന്നതുപോലെ ഞങ്ങളുടെ കുഞ്ഞുമക്കളും വളരട്ടെ. ഇന്നങ്ങ് ഞങ്ങൾക്ക് നൽകിയ യൗസേപ്പിതാവാകുന്ന ദൈവിക രഹസ്യത്തിൻ്റെ, ദൈവവചനത്തിൻ്റെ വലിയ ശക്തി ഞങ്ങളിലും ഞങ്ങളുടെ കുടുംബത്തിലും ഞങ്ങളുടെ കുഞ്ഞുമക്കളിലും നിറയുവാൻ ഇടയാക്കണമേ. പ്രത്യേകിച്ചും കർത്താവ് ഇന്ന് എല്ലാ കുഞ്ഞുമക്കളെയും, എല്ലാ ശിശുക്കളെയും, ബാലന്മാരെയും, കൗമാരക്കാരായ എല്ലാ മക്കളെയും ഈശോയെ അങ്ങയുടെ കരങ്ങളിലേക്ക് ഈ കുഞ്ഞു യൗസേപ്പിതാവിൻ്റെ പ്രത്യേകമായ മാതൃകയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ആ കുഞ്ഞു മകനിൽ അങ്ങ് നിറച്ച ആ കൃപകൾ ഞങ്ങളുടെ മക്കളിലും ഞങ്ങളിലും നിറയപ്പെടുവാൻ ഇടയാക്കണമേ. ആ വലിയ പ്രാർത്ഥനയോടെ ഈശോയെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ, ആശീർവദിക്കണമേ. നിർമ്മലയാം കന്യകതൻ വല്ലഭനെ വാഴ്ത്തിടുവിൻ, സിദ്ധരിലും ദൂതരിലും ദൈവത്തെ വാഴ്ത്തിടുവിൻ, ദൈവത്തെ വാഴ്ത്തിടുവിൻ, ദൈവനാമം വാഴ്ത്തിടുവിൻ, ദൈവവും മനുജനുമാം മിശിഹാനാഥനെ വാഴ്ത്തിടുവിൻ. പരിശുദ്ധ പരമാദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.